ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കിച്ചൺ എപ്പോഴും വൃത്തിയായിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് കുഞ്ഞു ടിപ്സുകളാണ് കേട്ടോ ഞാനിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കിച്ചൺ സിങ്കിൻ്റെ താഴെയായിട്ട് ഇതുപോലെ ഒരു ചവിട്ടി എപ്പോഴും നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകുന്ന സമയത്ത് വെള്ളമൊക്കെ തറയിൽ വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കിച്ചൺ വൃത്തികേടാവും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ഒരു ചവിട്ടി എപ്പോഴും നമ്മൾ കിച്ചണിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അടുത്തെന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം അന്നേരമുള്ള പാത്രങ്ങൾ നമ്മൾ എന്ത് ചെയ്താലും കഴുകാനുള്ള പാത്രങ്ങൾ അപ്പം തന്നെ കഴുകി വെക്കുന്നത് ഒരുപാട് നല്ലതാണ്. ഇല്ലെങ്കിൽ പാത്രങ്ങൾ നമ്മുടെ കിച്ചൺ സിങ്കിൽ കുന്നുകൂടി കിടക്കും. പിന്നീട് നമുക്ക് വാഷ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാകും എല്ലാം കൂടി. അതുപോലെ കിച്ചൺ സിങ്കിൽ വല്ലാത്തൊരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി പാത്രങ്ങൾ അന്നേരം നമ്മൾ കഴുകി വെക്കുന്നതാണ് നല്ലത്. അടുത്തെന്ന് പറയുന്നത് നമ്മുടെ കിച്ചൺ സിങ്കിൻ്റെ അടുത്ത് ഇതുപോലെ ഒരു പാത്രം വേസ്റ്റ് ഇടാൻ എപ്പോഴും നമ്മൾ സൂക്ഷിച്ച് അടപ്പുള്ളൊരു പാത്രമാകുമ്പോൾ പ്രത്യേകിച്ച് നല്ലതാണ്. അല്ലെങ്കിൽ ഈച്ചകളൊക്കെ വന്നിരിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു പാത്രം നമ്മൾ സൂക്ഷിക്കുന്നത് നല്ലതാണ്. അടുത്തത് നമ്മൾ പാത്രങ്ങളൊക്കെ വാഷ് ചെയ്തിട്ട് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഇതുപോലെ നമ്മുടെ കബോർഡിലോ പാത്രം വെക്കുന്ന സ്റ്റാൻഡിലോ ഒക്കെ നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് എപ്പോഴും നല്ല വൃത്തിയായിരിക്കും. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ സ്പൈസസ് ഒക്കെ ഉപയോഗിക്കുന്ന ജാറുകൾ, അതുപോലെ പഞ്ചസാര, തേയില, മുളക് പൊടി എല്ലാം നമ്മൾ നമ്മുടെ സ്റ്റൗവിൻ്റെ അടുത്ത് തന്നെ ഇതുപോലെ ചെറിയ സ്റ്റാൻഡുകൾ ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയാണോ സൂക്ഷിക്കുന്നത് ആ രീതിയിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എടുക്കാനായിട്ട് വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അതുപോലെ നമ്മൾ എണ്ണകളൊക്കെ വയ്ക്കുന്ന കുപ്പികൾ ഒക്കെ നമ്മളിതുപോലെ സ്റ്റൗവിൻ്റെ അടുത്ത് തന്നെ സൂക്ഷിക്കുന്നത് നല്ലതാണ്. അടുത്തത് നമ്മൾ ഇതുപോലെ മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാ സാധനങ്ങളും നമ്മൾ കുക്കിങ്ങിന് എടുത്തതിന് ശേഷം ആ ബോട്ടിൽ തിരിച്ചു വെക്കുമ്പോൾ അതിനകത്ത് എന്തായാലും നമ്മുടെ കയ്യിലെ പാടുകൾ അതുപോലെ എടുത്ത പൊടിയൊക്കെ പറ്റി പിടിച്ചിരിപ്പുണ്ടാകും. അപ്പോൾ അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് തിരിച്ചെടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അധികം കഷ്ടപ്പെടാതെ ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും. അടുത്ത നമ്മൾ ഇതുപോലെ ഉപയോഗിക്കുന്ന കത്തികൾ, കത്രിക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതുപോലെ നമ്മൾ ഏത് ട്രേ ഇതുപോലെ വെക്കാൻ ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റാൻഡിൽ നമ്മൾ ഇതുപോലെ വെച്ചിട്ട് അത് നമ്മുടെ സ്റ്റൗവിൻ്റെ അടുത്ത് തന്നെ നമുക്ക് കയ്യെത്തുന്ന ദൂരത്ത് വെക്കുകയാണെങ്കിൽ അതൊക്കെ എടുക്കാനായിട്ട് നമുക്ക് ഈസി ആയിട്ട് എടുത്ത് നമുക്ക് കുക്കിങ്ങിൻ്റെ സമയത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അടുത്തത് നമ്മൾ പ്രധാനപ്പെട്ട ഒന്നാണ്, നമ്മളെല്ലാവരും മിക്സി യൂസ് ചെയ്യുന്നവരാണല്ലോ. എല്ലാ ദിവസവും നമ്മൾ മിക്സിയിൽ അരയ്ക്കാറുണ്ട്. അരച്ചതിന് ശേഷം നമ്മൾ എല്ലാ ഭാഗവും നന്നായിട്ട് മിക്സിയുടെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ പിറ്റേ ദിവസം ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ പിന്നെ ഡീപ്പ് ക്ലീൻ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരുന്നാൽ അതിൻ്റെ അകത്ത് അഴുക്കൊക്കെ കൂടിയിരുന്നിട്ട് പിന്നെ നമുക്ക് ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അത് ക്ലീൻ ചെയ്യാനൊക്കെ വളരെ പാടായിരിക്കും. അപ്പോൾ നമ്മൾ അരച്ചതിന് ശേഷം അന്നേരം തന്നെ നമ്മുടെ മിക്സി ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തത് നമ്മൾ ഇതുപോലെ ചായ കുടിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്, കപ്പ് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടുത്ത് കൗണ്ടർ ടോപ്പിൽ തന്നെ വെക്കുന്നതാണ് കേട്ടോ നല്ലത്. ഒരു സൈഡിൽ വെക്കുകയാണെങ്കിൽ നമുക്കതെടുത്ത് യൂസ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഇനി നമുക്ക് ലാസ്റ്റ് നമ്മൾ കിച്ചണ് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു സൊല്യൂഷനാണ് കേട്ടോ റെഡിയാക്കുന്നത്. ഒരു കർപ്പൂരം ഞാനതിലേക്കിട്ട് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം കംഫർട്ടും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏത് ക്ലീനിങ് സൊല്യൂഷനാണോ ഉപയോഗിക്കുന്നത് അതുപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു കർപ്പൂരം അല്പം കംഫർട്ടും കൂടെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ഞാനൊരു സ്പ്രേ ബോട്ടിലാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നമ്മുടെ കൗണ്ടർ ടോപ്പിലൊക്കെ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് തുടച്ചു വിടാവുന്നതാണ്. ഇനി നമുക്ക് ഗ്യാസ് സ്റ്റൗവിലും ഇതുപോലെ തന്നെ ചെയ്യാം. ഗ്യാസ് സ്റ്റൗവിൽ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിയതിൻ്റെയൊക്കെ ആ ഒരു തരിയും അതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പോയിട്ട് ബാഡ് സ്മെല്ലൊന്നും ഇല്ലാതെ കംഫർട്ടിൻ്റെയും കർപ്പൂരത്തിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മുടെ കിച്ചണിലേക്ക് നമ്മൾ വരുമ്പോൾ. അതുപോലെ തന്നെ ഈച്ച, ഉറുമ്പ്, പാറ്റ, പല്ലി ഇവരുടെ ഒന്നും ശല്യം നമ്മുടെ കൗണ്ടർ ടോപ്പിലോ ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിലോ ഒന്നും ഉണ്ടാവത്തില്ല കേട്ടോ. കർപ്പൂരമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ പല്ലിയുടെയും പാറ്റയുടെയൊക്കെ ശല്യം നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി എല്ലാവരും ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മൾ കിച്ചണിലേക്ക് വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലും ആയിരിക്കും. നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയായി നമുക്കുണ്ടാകുക നമ്മുടെ മനസ്സിന്. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ എല്ലാ ജോലിയും കഴിഞ്ഞതിന് ശേഷമാണല്ലോ നമ്മൾ കിച്ചൺ സിങ്ക് വൃത്തിയാക്കുന്നത്. അപ്പം നമ്മൾ സിങ്ക് വൃത്തിയാക്കാൻ ഒരു സൊല്യൂഷൻ ഇതുപോലെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ്. പെട്ടെന്ന് തന്നെ നമുക്കിതുപോലെ എടുത്ത് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കിച്ചൺ സിങ്ക് വൃത്തിയാക്കിയെടുക്കുക. നമ്മളെപ്പോഴും നമ്മുടെ സിങ്ക് നമുക്ക് വൃത്തിയാക്കി ഇടേണ്ട ഒന്നാണ് കേട്ടോ. കാരണം നമ്മൾ എപ്പോഴും പാത്രങ്ങൾ ഓരോന്ന് കഴുകുകയൊക്കെ ചെയ്യുന്നതാണ് നമ്മുടെ സിങ്കിൽ. അപ്പോൾ ഇഷ്ടംപോലെ അഴുക്കുകളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഹോളിൽ നിന്ന് ബാഡ് സ്മെല്ലൊക്കെ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പം ഇതിനുവേണ്ടി നമ്മളൊരു സൊല്യൂഷൻ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തേച്ച് വൃത്തിയാക്കി എടുത്തിടുകയാണെങ്കിൽ നമ്മുടെ കിച്ചൺ സിങ്ക് എപ്പോഴും നല്ലൊരു സ്മെല്ലോട് കൂടി വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ട് കിടക്കും കേട്ടോ. അപ്പോൾ കിച്ചൺ സിങ്ക് എപ്പോഴും നല്ല വൃത്തിയായിട്ട് ഇടാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക.
ലാസ്റ്റത്തെന്ന് പറയുന്നത് നമ്മൾ കിച്ചണിൽ എപ്പോഴും ഇതുപോലെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വെക്കാനായിട്ട് ശ്രമിക്കുക. വലിയ വലിയ വില കൂടിയ ചെടികളൊന്നും വെക്കേണ്ട. നമ്മുടെയൊക്കെ വീടുകളിൽ എല്ലാവരും വീടുകളിലുണ്ടാവും മണി പ്ലാന്റ്, അതുപോലെ ലക്കി ബാമ്പ്, അതൊക്കെ ഉള്ളതുപോലെ നമ്മുടെ കയ്യിൽ ചെറിയ ചെറിയ കുപ്പികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിലൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ. അതുപോലെ നമ്മുടെ കിച്ചണിനുള്ളിൽ നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഈ ടിപ്പുകളൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അറിയാൻ പാടില്ലാത്തവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.